സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് സിനിമാ സംഘടനകൾ തന്നെ സ്ഥിരീകരിച്ചതോടെ KCBC ജാഗ്രതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിയുകയാണ്. സിനിമാ രംഗത്ത് ശക്തമായ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും വ്യക്തമായ മറ്റ് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും വിവരങ്ങൾ തന്നാൽ അന്വേഷിക്കാമെന്ന സർക്കാർ നിലപാട് ഇതോടെ സംശയമുയർത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന നിരവധി പേർ സിനിമാ മേഖലയിലുണ്ടെന്ന് സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിന് ശേഷം നേതാക്കൾ തന്നെ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗം വ്യാപിക്കുകയാണെന്നും ലഹരി ഉപയോഗിക്കുന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന് കൈമാറുമെന്നും ഇവർ വ്യക്തമാക്കി. എന്നാൽ മലയാള സിനിമ മയക്കുമരുന്നിനും മദ്യത്തിനും പ്രചാരണം നൽകുന്ന രീതിയിൽ അനാരോഗ്യകരമായി മാറിയതായി കഴിഞ്ഞ വർഷം തന്നെ KCBC ജാഗ്രതാ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മയക്കുമരുന്ന് ഉപയോഗം, മദ്യപാനശീലം, പുകവലി തുടങ്ങിയവയും സ്വാഭാവികമെന്ന വിധത്തിൽ ഭൂരിപക്ഷം ചലച്ചിത്രങ്ങളിലും പരക്കെ അവതരിപ്പിക്കപ്പെടുകയും അത്തരം ആശയങ്ങളെ സാമാന്യവൽക്കരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ മലയാള സിനിമാ മേഖലയിൽ ശക്തമായ ഒരു മയക്കുമരുന്ന് ലോബിയുടെ സ്വാധീനം കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിനു പുറകെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ നീക്കങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇക്കാര്യം ശരിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. സിനിമാ രംഗത്ത് ശക്തമായ ചില ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം സിനിമകളിൽ ക്രൈസ്തവ വിശ്വാസത്തെയും പൗരോഹിത്യത്തെയും സന്യാസത്തെയും വികലമായി ചിത്രീകരിക്കുന്ന അതേ ലോബികൾ തന്നെയാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളുമായി രംഗത്തുള്ളതെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകളൊന്നും തന്നെ സർക്കാർ പരിഗണിച്ചില്ല. ഏറ്റവും ഒടുവിൽ സിനിമാ സംഘടനകൾ തന്നെ ഇത്തരം ലോബികളുടെ ഭീഷണികൾ അവഗണിച്ച് ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും അന്വേഷണത്തിനായി തെളിവുകളും രേഖകളും ആവശ്യപ്പെടുന്ന സർക്കാർ സ്വയം പരിഹാസ്യരാവുകയാണെന്നാണ് ആരോപണമുയരുന്നത്.